ഈ പകർച്ചവ്യാധിയേക്കാളും ഏറ്റവും അപകടകാരി പരദൂഷണമാണ്. അതിനേക്കാളും വലിയൊരു പകർച്ചവ്യാധി ഇല്ല കേട്ടോ. മറ്റൊരാളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതിനേക്കാളും വലിയ വൈറസ് ഒന്നും ഈ ലോകത്തില്ല. ഇല്ലാത്തതാണെങ്കിലും ഇനിയിപ്പോൾ ഉള്ളതാണെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് എന്തിനാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാനുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും മറ്റുള്ളവൻ്റെ കുറ്റവും കുറവുകളും പറഞ്ഞു നടക്കുക വൃത്തികെട്ട ഏർപ്പാട് തന്നെയല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും കുറ്റവും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട് ഇല്ലേ? പിന്നെ എന്തിനാണ് മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും നോക്കി നടക്കുന്നത്? ഇപ്പോൾ എന്നെക്കുറിച്ച് മാലെന്ന് കുറ്റം പറയുന്നവരോട് എനിക്കുള്ള മനോഭാവം എന്താണെന്ന് അറിയാവോ? മുന്നിൽ വന്നതെന്ന് അവർ പറയുകയാണെങ്കിൽ അവർക്ക് അറിയത്തില്ലാത്ത കുറച്ച് കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഊഹാപോഹങ്ങൾ മനസ്സിൽ വീഴുന്ന ഭാവനകളാണ്, അതൊരിക്കലും യാഥാർത്ഥ്യങ്ങളല്ല. എന്നാൽ അനുഭവങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. അതാണല്ലോ ജീവിതത്തിൻ്റെ പാഠം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ തുല്യരോടല്ല താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. നമ്മുടെ പ്രവർത്തികൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല സമാധാനം കിട്ടും. കർമ്മത്തിൻ്റെ ഫലം ഇന്ന് ലഭിക്കുമോ നാളെ ലഭിക്കുമോ ഈ ലോകത്തുനിന്ന് തന്നെ ലഭിക്കുമോ എന്നും നമുക്കറിയില്ല. നമ്മുടെ കർമ്മങ്ങൾ മൂലം മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ അതിലും വലുതൊന്നും നമുക്ക് കിട്ടാനില്ല. നമ്മുടെ സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യപ്പെടുന്നിടത്തും ആവശ്യമുള്ളിടത്തും മാത്രം കൊടുക്കുക. വലിഞ്ഞു കയറി ചെല്ലുന്നിടത്തെല്ലാം വലിച്ചെറിയപ്പെടുമെന്ന കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്, അല്ലാതെ എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ചല്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നതിനെക്കുറിച്ചല്ല. റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെപ്പറ്റി ചിന്തിക്കുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ ക്യാരക്ടർ, സ്വഭാവം, അതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. എല്ലാവരുടെയും മുന്നിൽ മാന്യനാകാൻ ശ്രമിക്കുന്നവരൊക്കെ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. തുറക്കട്ടെ മനസ്സുകൾ.